ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിഡ്ലൻ സ്നാക്കാണ്. അതുപോലെ തന്നെ ചെറിയൊരു വ്ളോഗും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്ന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള പഞ്ചാബി സമൂസയാണ്. ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് അധികം പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പിങ്ക് സോൾട്ടാണ് ഇവിടെ ചേർക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ പേര് എന്താ സോൾട്ടിൻ്റെ കളർ എന്താ ഈ പിങ്ക് കളർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിങ്ക് സോൾട്ട് സാധാ സോൾട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇതുപോലെ പഞ്ചാബി സമൂസ ഇങ്ങനത്തെ റെസിപ്പീസിലൊക്കെ അവർ കൂടുതലായിട്ടും ചേർക്കുന്ന ഒരു സംഭവമാണ് അയമോദകം. നമ്മൾ നാട്ടിൽ കിട്ടുന്ന അയമോദകം, അതായത് അജ്വീൻ, ജാത്തർ എന്നൊക്കെ പറയും. അപ്പം അയമോദകം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പം ഈ ഒരു സമൂസക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് ചേർക്കാണ്ടത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതാണ് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ലതുമാണ് കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് 4 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടാണ് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ സമൂസ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഭയങ്കര ഹാർഡായിട്ടുള്ള മാവായാലും കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര സോഫ്റ്റായിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമൂസയിൽ ഭയങ്കര എണ്ണമയം ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പൊക്കെ വെള്ളം എടുത്തിട്ടുണ്ടാവുള്ളൂ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പം അധികം എണ്ണമയം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമൂസ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ഷീണം തോന്നും, അങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. ഈ നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസ തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം സോഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ മതി. നന്നായിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇത് നനഞ്ഞൊരു തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നിർബന്ധം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പച്ചമല്ലി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിക്കണ്ട കേട്ടോ, ചതച്ചാൽ മതി. അത് രണ്ടും കൂടി ഈ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ബാക്കി മസാലപ്പൊടികൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. ഈ പച്ചമല്ലി ഇങ്ങനെ ചതച്ചതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഒരു പ്രത്യേക ഒരു പഞ്ചാബി സമൂസയുടെ ടേസ്റ്റൊക്കെ വരുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. വല്ലാണ്ട് പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കണ്ട, ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ചതക്കല്ല, ഉടച്ചെടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നെയ്യിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മാക്സിമം നന്നായിട്ട് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ കട്ടകളൊക്കെ ഉള്ളത് കുഴപ്പമില്ല, എന്നാലും മാക്സിമം നന്നായിട്ട് ഉടച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ് വേണ്ടത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ്, എണ്ണമയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവും നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി, വല്ലാണ്ട് ഇനി കുഴയ്ക്കേണ്ട.
ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ് മതി കേട്ടോ. അപ്പോൾ വല്ലാണ്ട് സോഫ്റ്റും ഉണ്ടാവില്ല, എന്നാൽ വല്ലാണ്ട് ഒരു നനവില്ലാത്തൊരു മാവായിരിക്കും. ഇതുപോലെ ഇങ്ങനെ കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അത് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചൊന്നും കുഴയ്ക്കാൻ നിൽക്കരുത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന രീതിയിലായിരിക്കും മാവ് ഉണ്ടാവുന്നത്. എന്നാലേ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കുറേ നേരം ക്രിസ്പി ആയിട്ടും എണ്ണമയൊന്നും ഇല്ലാണ്ട് ഉള്ള സമൂസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബോൾസ് ആക്കിയ ശേഷം ഇതുപോലെ നനഞ്ഞ തുണി കൊണ്ട് വീണ്ടും അത് കവർ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഹാർഡായി പോകും കേട്ടോ. വീണ്ടും ഹാർഡായി പോകും മാവ്. അപ്പം ഓരോന്നും എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് കവർ ചെയ്യുക നനഞ്ഞ തുണി കൊണ്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം വട്ടത്തിൽ പരത്തിയിട്ട് പിന്നെ അതൊരു ഓവൽ ഷേപ്പിലാക്കി എടുക്കണം. ഒരു മാവ് കൊണ്ട് ഒരു ബോൾ കൊണ്ട് നമുക്ക് 2 സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 പഞ്ചാബി സമൂസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തിയെടുക്കരുത്. പൊടിയൊന്നും തൂവേണ്ട ആവശ്യമില്ല. പൊടിയൊന്നും ഇല്ലാണ്ട് വേണം പരത്തിയെടുക്കാൻ. പിന്നെ ഇതുപോലെ ഓവൽ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടി വേണം കേട്ടോ. ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല കേട്ടോ. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിപ്പോൾ 2 എണ്ണം ആക്കാം കേട്ടോ. 2 സമൂസ ഉണ്ടാക്കാം ഈ ഒരു പരത്തി വെച്ചതിലേറ്റ്. അപ്പോൾ ഒരെണ്ണം അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ നീളമുള്ള ഭാഗത്ത് ഇതുപോലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇങ്ങനെ ഈ ഒരു കോൺ പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒട്ടി കിട്ടും കേട്ടോ. വല്ലാണ്ട് വെള്ളം വേണ്ട, എന്നാൽ കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. കുറച്ച് മാത്രം വെക്കരുത്, കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് പുറത്തേക്ക് പോവണ്ട. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വീണ്ടും വെള്ളം കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിക്കല്ല, വെള്ളം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു 1 മടക്കിയിട്ട് ഇതുപോലെ തിരിച്ച് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്താ പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈ കാണുന്ന പോലെ നിങ്ങൾ ഇതൊന്ന് ചെയ്തെടുക്കുക. അവിടെ ഒരു മടക്കിയാലേ നമുക്കിത് പെർഫെക്റ്റായിട്ട് ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് വശത്ത് വേണം മടക്കി കൊടുക്കാൻ കേട്ടോ. നമ്മൾ ആദ്യം മടക്കിയെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് വേണം ഇങ്ങനെ ഒരു നെറിവിട്ട് കൊടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ആദ്യം നീളമുള്ള ഭാഗത്ത് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കോണ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കാൻ നമ്മൾ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും സൈഡിൽ കുറച്ച് വെള്ളം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു നെറിവ് ഇട്ട് കൊടുക്കാനുണ്ട്. ആ നെറിവ് ഇട്ടിട്ട് മറ്റേ സൈഡിലോട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് അവിടെ വീണ്ടും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ബാക്കി വശത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയാലും കുഴപ്പമില്ല. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പഞ്ചാബി സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എണ്ണ ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. എണ്ണ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് തിളയ്ക്കുന്ന പോലൊന്നും പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കത് കുക്കായി കിട്ടില്ല. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. സാധാരണ നമ്മൾ സമൂസ ഫ്രൈ ചെയ്യുന്ന പോലെ ഭയങ്കര ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യരുത്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പതുക്കെ വേണം, കുറഞ്ഞ ഫ്ലെയിമിൽ സാവകാശം വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഒരു ബാച്ചിൽ നമുക്കൊരു 5 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമൂസ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണമയൊന്നും ഒട്ടും ഉണ്ടാവില്ല. അതുപോലെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ സമൂസയുടെ, അത് കുറേ നേരം നിൽക്കും കേട്ടോ. നമ്മളിപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കുവാണെങ്കിൽ വൈകിട്ട് വരെ രാത്രി വരെയൊക്കെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും ആ ഒരു സമൂസയ്ക്ക്. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിനിടയ്ക്ക് ഞാനിതിലേക്കുള്ള ആ ഒരു സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സോസ് അല്ല, വേണമെങ്കിൽ കറിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഇത് ഇംലി ചട്നിയാണ്. ഞാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പിൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഇതിങ്ങനെ കാണാൻ ഭംഗി. ഈ ഒരു സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇംലി സോസ് ഉണ്ടാക്കാനും വിട്ടു പോകരുത്. അത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷനാണ് സൂപ്പർ കേട്ടോ. അപ്പം ഇംലി സോസ് ഉണ്ടാക്കിയ ശേഷം അതൊന്ന് ലൂസാക്കി എടുക്കുക. കുറച്ചെടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. ആ കറി പോലെ ഒഴിച്ചിട്ട് അത് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി. അതെന്തായാലും നിങ്ങൾ കഴിച്ചിട്ട് അറിയേണ്ട ഒരു രുചി തന്നെയാണ്, സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമൂസ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രിസ്പി എന്നും വേണമെങ്കിൽ പറയാം, സോഫ്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിത് കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള സമൂസയാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമല്ല. നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമൂസയാണ്. അധികം എണ്ണമയമൊന്നും ഇല്ലാത്ത നല്ലൊരു സമൂസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചാബി സമൂസ. ആ ഒരു സമൂസയുടെ ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസയാണ്. പഞ്ചാബി സമൂസ എന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കരുത്, തീർച്ചയായിട്ടും ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നോമ്പാണ്, ഇവിടെ റോസൂന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. തിക്കായിട്ട് ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിങ്ങനെ ആ കറിയിൽ ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് വേണം കഴിക്കാൻ കേട്ടോ. സെർവ് ചെയ്യില്ല, കഴിക്കാൻ. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ടത് ഉടച്ചെടുക്കാത്തത്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പഞ്ചാബി സമോസയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക കേട്ടോ. കൂടുതലാക്കണ്ട. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? എന്ത് ടേസ്റ്റാണ്? എന്ത് ടേസ്റ്റാണ്? ഇത് പാനിപൂരിൻ്റെ ടേസ്റ്റാ? ഇതിലെന്താ ഇട്ടിരിക്കുന്നത്? ഈ പഞ്ചാബി സമൂസ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്കൂൾ ടൈമിലാണ്. സ്കൂളിൽ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ കിട്ടുന്ന ഒരു ഐറ്റമായിരുന്നു. ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത് പോയി കഴിക്കുന്ന ഒരു ഐറ്റമായിരുന്നു പഞ്ചാബി സമൂസയും ഇതുപോലെ ഈ ഒരു സോസും. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ തന്നെ മെയിൻ കാരണം. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന ശേഷം പിന്നെ റീൻ്റെ പല്ലിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ദുബായിലോട്ട് പോവുകയാണ്. ദുബായിൽ നമ്മൾ റീനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് സിറാജുദ്ദീൻ മെഡിക്കൽ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഇഫ്താറിൻ്റെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷമുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം നോമ്പ് തുറന്ന പാടെ തന്നെ പോകണം. അപ്പോയിൻമെൻറ്റ് ആ സമയത്തേക്കായിരുന്നു. 8:45 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് പോലും ലേറ്റായിപ്പോയി. അപ്പോൾ ഡോക്ടറെ കണ്ട ശേഷം പിന്നെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ഇപ്പം അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ആരാമം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് പതിവ് പോലെ തന്നെ ഉള്ള ഫുഡ് ഐറ്റംസ് തന്നെ കഴിച്ചത്. അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല.
പിന്നെ ഞാനിപ്പോൾ അടുത്ത് ഉമ്മൽക്കുവൻ നെസ്റ്റൻ്റെ അകത്തുള്ള അബായ ഷോപ്പിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് അബായസ് എന്ന് പറഞ്ഞിട്ടുള്ള അബായ ഷോപ്പിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തിട്ടുള്ള അബായ കേട്ടോ അത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബായ ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് അബായ. അതിൻ്റെ നല്ലൊരു ഫോട്ടോയും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വൈകാതെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം, ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ തന്നെ ബിരിയാണി, ഇക്കാക്ക് ബിരിയാണിയും ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വേറെ സ്പെഷ്യലായിട്ടൊന്നും നോക്കിയില്ല, കാരണം അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്പെഷ്യൽസ് കഴിക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഫുഡ് തന്നെ കഴിച്ചത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിച്ചത്. റൂയിമോൾ അവിടെ ഇരുന്നിട്ട് പ്ലേറ്റിൽ ഇപ്പോൾ ഇതാ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാട്ടോ. പക്ഷേ ആൾ അവിടെ ഇരുന്നിട്ട് കുറേ നേരം അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.